സുഖാണോ? അപ്പോൾ എനിക്ക് സുഖമാണ്. സോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്ന് ഹായ് പറയേണ്ട ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ എല്ലാവർക്കും കമൻറ്റ് ഇടാനോ അങ്ങനെയൊന്നും വരില്ല. കാരണം എന്തോ നമ്മുടെ യൂട്യൂബിൻ്റെ ഇഷ്യൂ ആണ്. സോ എൻ്റെ ചിലപ്പോൾ ഏജ് ഓവർ അല്ലല്ലോ, ചില എൻ്റെ ഏജ് 18 എബോ ആണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും. പക്ഷേ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു വിചാരം അങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അറിയില്ല, നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് ഹായ് പറയേണ്ടത് അല്ലെങ്കിൽ ഹലോ പറയേണ്ടവരൊക്കെ ജസ്റ്റ് ഒന്ന്, എനിക്ക് അറിയത്തില്ല ഈ പറയുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഒരു സർപ്രൈസ് ആവട്ടെ. ജസ്റ്റ് അവരുടെ പേര് മനസ്സിലായോ അങ്ങനെ. അപ്പം അനു ഓർ അനുഗ്രഹ, വീട്ടിലേക്ക് ചിലപ്പോൾ അനു ആയിരിക്കാം. അതുകൊണ്ട് അനു ഓർ അനുഗ്രഹ, പിന്നെ ശിവാനി, എൻ്റെ പേര് മീൻസ് പറയുന്നേ ഉള്ളു. ശിവാനി, പിന്നെ ആര് പറയും, ശിവാനി, പിന്നെ അന്ന അല്ലെങ്കിൽ ആൻ, ഈ രണ്ട് ലേലും വരും. ഓക്കെ, ചിലർ അവരെ ഷോർട്ടാക്കി വിളിക്കുമ്പോൾ അവർക്ക് സങ്കടം നമ്മൾ ജസ്റ്റ് അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും പേർക്കാണ് ഇന്ന് ഹായ്. സോ അടുത്ത വീട്ടിൽ അതുപോലെ പറയാം. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി എല്ലാം പറയാം. ഇന്ന് ഞങ്ങൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ പോയി. എനിക്ക് ഖലീഫിനെക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു ഇത്. കാര്യം ഒരുപാട് അടി സീൻസ് ഇല്ല, എന്നാൽ നല്ല സ്ലോലി ഇങ്ങനെ അങ്ങ് കണ്ട് ആസ്വദിക്കാൻ പറ്റും. എന്നാൽ പോലും കോമഡി ഉണ്ടായിരുന്നു, അത് ഫ്രഷ് ആയിരുന്നു. എന്തിനിപ്പോൾ പോയി നല്ല ഫ്രഷ് ആയിരുന്നു. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, അല്ലെങ്കിൽ OTT റിലീസ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ദിവസത്തിൽ വരുമ്പോൾ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ TV വരുമ്പോഴാണ് നിങ്ങൾ കാണുക. അപ്പോൾ കാണുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഫസ്റ്റായിട്ട് എനിക്കറിയത്തില്ല, പ്രേമലൂര് മറ്റേ നസ്ലിനോട് അഭിനയിച്ചൊരു കൂട്ടുകാരനല്ലേ, അവൻ്റെ ഡാൻസ് ഉണ്ട് മക്കളെ, അത് നിങ്ങൾ കാണണം. അത് ഞാൻ എന്താണെന്നല്ല, അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും. നിങ്ങൾ ആരോടും പറയണ്ട, നിങ്ങൾ അത് കാണുമെന്ന് മനസ്സിലാവും. ദൈവമേ കാത്തോളേ, കാര്യം അതുപോലത്തെ ഡാൻസാണ്. കാര്യം ഒരു എന്തോ പ്രോഗ്രാമിന് അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ കളിക്കുന്നൊരു സീൻ. അതാ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ നിങ്ങൾ വിളിക്കും, ഞാൻ ഉറപ്പ് പറയാം. അതുപോലെ അത്രയ്ക്ക് ഇതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മൂവി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മമിതയും നിവിൻ പോളിയും എല്ലാവരും അതിൽ ഉള്ള എല്ലാവരും അതേപടി ഒന്നിനായിട്ട് വെച്ചോണ്ട് അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിന്നവരും ഒക്കെ സൂപ്പറായിരുന്നു. ഇപ്പം പുതിയതായിട്ട് വന്ന് ഈ ഹാഷിറിനെയൊക്കെ പോലത്തെ പിള്ളേരാണ് ഒരു കൂടുതൽ എടുത്തേക്കുന്നത്, മനസ്സിലായോ? അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. നല്ല മൂവി ആയിരുന്നു. ഓരോ സീൻസും നമുക്ക് അത്രയ്ക്കും മറക്കാൻ പറ്റാത്ത പോലത്തെ ടൈപ്പ് സീൻസാണ്. ഖലീഫിനേക്കാളും കുറച്ച് ഇഷ്ടപ്പെട്ടത് ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്. സോ ഞങ്ങൾ ഇന്ന് പോയി ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്. ഇപ്പം ഞാൻ ഇത്രയും പൊക്കം ഉണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടെ വലുപ്പമുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇങ്ങനത്തെ. നല്ല രസമുണ്ട്. കഴിച്ചിട്ട് ഈ ഉറങ്ങുണ്ട്, അത് സ്കൂളിൽ കൊണ്ട് പോകാൻ ഇതെന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ എല്ലാം വരുമ്പോൾ ഇടാൻ വേണ്ടിയാണിത്. ഇതൊരു ബ്ലാക്കാണ്. ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്യുന്ന കാര്യം ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള കളർ എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എനിക്ക് പിന്നെ ഇങ്ങനെ ചെരുപ്പിടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എവിടെ പോയാലും ചെരുപ്പ് അങ്ങനെ എനിക്ക് ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസവും അല്ലെങ്കിൽ ചെരുപ്പിടാൻ ഭയങ്കര താല്പര്യമില്ല. എനിക്കപ്പോൾ ഇങ്ങനെ ഇട്ട് കളിക്കണം. അതുകൊണ്ട് തന്നെ സോ എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ പൊടിക്ക് കൂടെ ഇഷ്ടപ്പെട്ട ഇതാണ്. സോ ബിക്കോസ് കാര്യം ഇത് ഹീൽസ് ആണോ എന്ന് ചോദിച്ചാൽ ഹീൽസ് ആയിരിക്കണം, അങ്ങനത്തെ ടൈപ്പ്. പൊക്കമുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും പൊക്കം ഉണ്ടെങ്കിൽ ഇതിട്ട് ഇത്രയും കൂടെ പൊക്കം തോന്നിക്കും. അത്ര ഡിഫറൻസേ ഉള്ളൂ. ഒരു 135 ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് 135, ഒരു 130 അത്ര, 1 സെൻറ്റിമീറ്റർ കൂടത്തുള്ളൂ. അറിയില്ല, അത് നിങ്ങളുടെ ഇത് പറയുക കേട്ടോ. അപ്പം നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ പറ. അത് നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കിയാൽ മതി, ആശുപത്രിയിൽ നോക്കാം. ഞങ്ങൾ വേറെ എവിടെയോ ഞങ്ങൾ ഫണ്ടിയൂരെ പോകും. പൊക്കം നോക്കിയിട്ടുള്ള മെട്രോ കയറുന്നത്. അപ്പം അമ്മയാണ് ഞാനും കൂടെ പോകുന്നത്. നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ എൻ്റെ അമ്മ മറ്റേ മെട്രോ ട്രെയിനോ ആ സംഭവം അതെന്തിനാ അതൊരു കളിപ്പാടം കൊണ്ടുവരുന്നില്ലേ, അതിനെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയും പറഞ്ഞു തരിക. ആ സാധനത്തിൽ ഞാനും അമ്മയും കൂടെ കയറി ഫസ്റ്റ് ഞെട്ടിപ്പോകും. കാര്യം ഇതല്ലേ ജമ്പല്ലേ, പെട്ടെന്ന് ഞെട്ടിപ്പോകും. ഹമ്പ് കാരണം ജമ്പും പോട്ടെ, ഹമ്പ് ഇവിടെ ഞെട്ടിപ്പോയി. അമ്മയും ഞെട്ടി, ഞാനും ഞെട്ടി. സോ വണ്ടിയൂരെ നിങ്ങൾ പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് അത് വേണം. സോ ഭയങ്കര കോട്ടയത്ത് എന്തൊക്കെ പിച്ചമ്പയാണ് കേസ് ഞാൻ പറഞ്ഞത്. എറണാകുളത്ത് പോയപ്പോൾ അവിടുത്തെ വണ്ടികളിലെ കാർഡിൽ 5000 എങ്ങാണ്ട് ഇരിപ്പുണ്ട്. അത് നേരെ കോട്ടയത്ത് കൊടുക്കുകയാണെങ്കിൽ കിട്ടുമായിരിക്കും. അവിടെ ഫണ്ടിയൂർ ഉണ്ടോ പോലും അറിയത്തില്ല, ഉണ്ടെങ്കിൽ ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ പോവാണ്.
നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നമുക്ക് കോട്ടയത്ത് ഇനി പോകണം. പിന്നെ കോട്ടയത്ത് ഇതാണ് കോട്ടയത്ത് ഞാൻ പറയുകയാണെങ്കിൽ എന്താ കോട്ടയം എറണാകുളം അങ്ങനെ സിറ്റീസൊക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ നല്ല സീ ഫുഡും ഐറ്റംസൊക്കെ കിട്ടും. നല്ല എന്താ പറയുക ചെമ്മീൻ ഞാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ നല്ല ഫുഡിൻ്റെ ഇതാണ്. അപ്പോൾ ഞണ്ടൊക്കെ ഇഷ്ടമുള്ളവർ പറയുക. ഞണ്ട് ഞാൻ ലൈഫിൽ ആദ്യം കഴിക്കുന്നത് എറണാകുളത്ത് ഞങ്ങൾ ഫോട്ടോ വെച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മട്ടാഞ്ചേരിയിൽ കയറിയായിരുന്നു. അപ്പം അവിടെ ഏതോ ഒരു കടയിൽ ഷാപ്പാണ് എന്നാൽ ഒരു റെസ്റ്റോറൻ്റൊക്കെ വൈബിൽ. അപ്പം അവിടെ കയറി ഞങ്ങൾ ഞണ്ടും ആവൂലൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ ഇനി അമ്മ എനിക്ക് ലുലു പോകുമ്പോൾ ഫ്രഷായിട്ട് ഞണ്ടൊക്കെ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പം ഞണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം. അപ്പം ഞാൻ മെയിൻലി ഞാൻ പറയാൻ വന്നു എന്തൊക്കെയാണ് ഈ ഗസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്കൂളൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ. നമുക്കിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സ്കൂളിൽ പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമ്പോൾ ഒരു രസം. ഈ നല്ല തണുപ്പ് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ പോച്ച മുടി കളയുന്നുണ്ടോ? അതിന് മിറ്റം കണ്ടോ ഫുള്ള് നനഞ്ഞ് കുതിർന്ന് തണുത്ത് പറിച്ചിരിക്കുമോ. ഒരു മഴ വരും നിൽക്കും, മഴ വരും നിൽക്കും. പക്ഷെ ഇന്നലത്തെ മഴ ഞാൻ അടമഴയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർഡൻസ് സൂപ്പറായിരുന്നു. അത് മഴത്ത് നടന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മഴ ഫീൽ ചെയ്ത് രാത്രിയാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്. പക്ഷെ നമ്മൾ അവിടേക്ക് തന്നെ വെള്ളം കിട്ടും. അപ്പം വെള്ളത്തിൽ കിടന്ന് കളിക്കുക. അതാണ് നമ്മുടെ ഇവിടെ ടാർപ്പ് പോലെ വിരിച്ചേക്കും അല്ലേ. നമ്മുടെ അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ എന്ന് വെച്ച് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടുണ്ട് അവനും കൂടെ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ മതിൽ ഫുൾ അങ്ങ് ഇടിഞ്ഞ് അങ്ങോട്ട് പോയി. റോഡിലോട്ട് ഫുൾ ഇടിഞ്ഞ് കളിച്ചോണ്ടിരുന്ന ആ സെയിം സ്ഥലത്ത് ഞങ്ങളൂടെ പോകണ്ടായിരുന്നു. ഫുൾ അങ്ങ് ഇടിഞ്ഞു പോയി. അന്നേരം റോഡിലോട്ട് ഫുള്ള് ഭിത്തി വീണായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ പിന്നെ ടാർപ്പ് ഇട്ടപ്പോഴത്തേക്കും വെള്ളം പോകാൻ വേണ്ടിയാണ് തുളയിരിക്കും. അപ്പോൾ അവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. കളിക്കാൻ ഭയങ്കര രസമല്ലേ. ഇങ്ങനെ കളിച്ചപ്പോൾ അവിടെയൊക്കെ നിന്ന് ഡാൻസ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വെളിച്ചില്ല. അപ്പോൾ ഇവിടെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ നോക്കുക. എൻ്റെ കുറേ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി കളിക്കുന്ന ഒരു ചെച്ചിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ടൈം എന്നൊക്കെ കേട്ട് നോക്കണം. എൻ്റെ ഒരുവിധ പാട്ട് കിടപ്പുണ്ട്. ആ പാട്ടിന് എനിക്ക് 1.2K ലൈക്ക് അത് ഇപ്പോൾ കൂടിയിട്ടെങ്ങോ ഉണ്ട്. എനിക്ക് തോന്നുന്നു 200 ആയിരുന്നു. അത് കൂടിയിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചതാണല്ല ആ ഡാൻസ് എനിക്ക് ഒരു വ്യൂവേഴ്സെങ്കിലും മാക്സിമം കിട്ടത്തുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചത്. സീരിയസ്ലി ഉള്ളതല്ല. കാര്യം അതൊരാൾ പാടിയ പാട്ട്, അത് വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി യൂട്യൂബിലോട്ട് ഇട്ട പാട്ട്, അതൊരു കമ്പോസിംഗ് ഒന്നും ഇല്ലല്ലോ. വെറുതെ ഒരു പാടിയിട്ടങ്ങ് ലിറിക്സ് അങ്ങ് ഇട്ടങ്ങ് വിട്ട പാട്ടാണ്. അപ്പം അതങ്ങനെ ഞാൻ ഡാൻസ് കളിച്ച് റീച്ചാവുന്നില്ല. പക്ഷെ അതാണ് റീച്ചായത്. ലെഫ്റ്റ് റൈറ്റ് ആ സാധനം ഇതായില്ല, തിരിഞ്ഞു പോയി. ഞാൻ പ്രതീക്ഷിച്ച സാധനം ഇതായില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പറയുന്ന കാര്യം ദൈവം തിരിച്ചു ചെയ്യാത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പം അത് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നാൽ മിക്ക കാര്യം അങ്ങനെയാണ്. ഞാൻ നടക്കണ്ട എന്ന് പറഞ്ഞാൽ നടക്കുകയും ചെയ്യും. ഞാൻ തിരിച്ചു ദൈവത്തോട് പല കാര്യങ്ങളും പറയുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എപ്പോഴും വേണ്ട, ഞാൻ വല്ലപ്പോഴും ഞാൻ പറഞ്ഞതേ. അങ്ങനെ ഇന്നത്തെ ഒരു ഔട്ടൊക്കെ സൂപ്പറായിരുന്നു. സിനിമ സൂപ്പറായിരുന്നു. സോ നിങ്ങൾ ഏതെങ്കിലും സിനിമ പോയി കണ്ടോ അതോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയുക. പിന്നെ നിങ്ങളോടൊരു ചോദ്യം. ബേസിക്കലി നിങ്ങൾ ബദലേം കുടുംബ യൂണിറ്റ് അതെന്താ സംഭവം എന്നറിയോ? ഈ സിനിമയ്ക്ക് ആ പേര് എന്തിനാ വന്നിരുന്ന സിനിമയുടെ ഹാഫ് വരയ്ക്ക് മനസ്സില്ല. അത് അവിടുത്തെ എന്തോ ഒരു ക്ലബോ ഗ്രൂപ്പിൻ്റെ പേരാണ് ബദലേം കുടുംബ യൂണിറ്റ്. അതുകൊണ്ടാണ് അതിട്ടത്. അപ്പം നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിമോളിയുടെ സമമായും ഇതും സൂപ്പറായിരുന്നു. പിന്നെ മമിതയുടെ കഴിഞ്ഞ പടവും ഈ പടവും ഒക്കെ പൊളിയായിരുന്നു. ജനനായകൻ OTT റിലീസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക, അതും പൊളിയാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ ഇംഗ്ലീഷുണ്ട്, തെലുങ്കുലൊക്കെ ഉള്ളത് കാണാൻ പറ്റുന്നവർ കാണുക. സോ ഞങ്ങൾക്ക് ഇത് പോയി ഹാരി പോട്ടർ സെറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഓർഡർ ഓഫ് ഫീനിക്സ് ആണ്. അത് എനിക്കുണ്ടല്ലോ ഗ്ലോബലി ഫാൻ ഒട്ടും ഇഷ്ടപ്പെടില്ല. ഒരുമാതിരി ഫുള്ളും എന്തോ പോലെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പോൾ ഓർഡർ ഓഫ് ഫീനിക്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സൂപ്പറായിരിക്കും. ഇപ്പോൾ വരെ കണ്ടത് സൂപ്പറാണ്. നിങ്ങൾ ഒറ്റ തവണ നിങ്ങൾ ഹാരി പോട്ടർ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നെ പോലെ മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. എൻ്റെ അമ്മ എന്നോട് ഒരു ആദ്യം ശിവാജി ഹാരി പോട്ടറാണ്. അപ്പോഴൊക്കെ ഞാൻ പുച്ഛിച്ചാണല്ലോ ഇംഗ്ലീഷ് പടമൊക്കെ ആരെങ്കിലും കാണുന്നത്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ദ ലാസ്റ്റ് ഓഫ് ഹൗസ് നിങ്ങൾ കണ്ടു നോക്കുക. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ട്രാപ്പായി പോകുന്ന ഒരു ലാസ്റ്റ് ഓഫ് ഹൗസ് എന്നാണ് പേര്. അത് നല്ല ഇതാണ്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ ഒരു ഫുൾ കുടുംബം അകപ്പെടുക. കാര്യം ഒരു അച്ഛൻ മീൻപിടുത്തക്കാരനാണ്. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ വീട് ട്രാപ്പ് ആവുന്നതിന് കുഴപ്പമില്ല.
ആ ലൊക്കാലിറ്റി, ഇപ്പം ഇത് കുരിയച്ചമ്പടി ആണെങ്കിൽ കുരിയച്ചമ്പടി ഫുൾ, അതുപോലെ ആ UK എന്ന് പറയുന്ന സ്ഥലത്ത് ഫുൾ ആ ഒറ്റ ലൊക്കാലിറ്റി ഫുള്ള് അങ്ങ് ലോക്കായി പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു കഥ. പിന്നെ എന്നിട്ട് അവർ എന്നാ എടുക്കുന്നു, ഉള്ള ഫുഡിൻ്റെ ധാന്യങ്ങളൊക്കെ വെച്ച് വീട്ടിനകത്ത് കൃഷി ചെയ്ത് അങ്ങനെ സ്വന്തം മക്കളെ സർവൈവ് ചെയ്ത് അവിടെയുള്ള എല്ലാവരും മരണപ്പെട്ടിട്ടും അവർ മാത്രം ലാസ്റ്റ് വരെ നിന്നു. ആ കഥ ഞാൻ പറയുന്ന ഗുമ്മി നിങ്ങൾക്ക് കാണണ്ട, മനസ്സിലാകത്തില്ല, കണ്ടു തന്നെ നോക്കണം. വേണമെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് എങ്ങനെയാണെന്നും കണ്ടോ. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സോ എനിക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.